ഹായ് ഹലോ വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് collegeminshi.com. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുഡ് ടെക്നോളജിയെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കാലഘട്ടത്തിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഷോപ്സിൽ നിന്നൊക്കെ നമുക്ക് കുറെ പാക്ഡ് ഫുഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോ അതെല്ലാം ലൈക്ക് പൊറോട്ട, ചപ്പാത്തി, ഇഡ്ലി, ഇടിയപ്പം, ഇതെല്ലാം നമുക്കിപ്പോ പ്രിസർവേറ്റീവ്സ് ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ എല്ലാത്തിന്റെയും ഈ ഡെവലപ്മെന്റ് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ BSc ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ബിടെക് ഫുഡ് ടെക്നോളജി പഠിച്ചവരുടെ പ്രയത്നമാണ് നമുക്ക് കിട്ടുന്ന ഈ ഡെവലപ്മെന്റും ഇന്നോവേഷൻ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഫുഡ് ടെക്നോളജി, ഏതൊക്കെ കോഴ്സസ് പഠിച്ചാലാണ് ഫുഡ് ടെക്നോളജി സെക്ടറിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത്, പിന്നെ അതിന്റെ ജോലി സാധ്യത ഏതൊക്കെയാണ്, എലിജിബിലിറ്റി ഏതൊക്കെയാണ്, ഏതൊക്കെ കോളേജസിൽ നമുക്ക് ഫുഡ് ടെക്നോളജി ഉണ്ട്, ടോപ്പ് കോളേജസ് ഏതൊക്കെയാണ്, പിന്നെ ഏതൊക്കെ റിക്രൂട്ടേഴ്സ് ആണ് നമ്മളെ BSc ഫുഡ് ടെക്നോളജി പഠിച്ച ഏതൊക്കെ റിക്രൂട്ടേഴ്സ് ആണ് നമ്മളെ എടുക്കുന്നത്, ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. BSc ഫുഡ് ടെക്നോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ ഫുൾ അസിസ്റ്റൻസ് തരുന്നതായിരിക്കും. ഫുഡ് സയൻസ് കോഴ്സുകൾ ആണ് നോക്കുന്നതെങ്കിൽ രണ്ട് കോഴ്സസ് ആണ് ഉള്ളത്. ഒന്ന് BSc ഫുഡ് സയൻസും ഒന്ന് ബിടെക് ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ഫുഡ് സയൻസ്. ഓക്കെ, അതിൻ്റെ അകത്ത് BScയിൽ നമുക്ക് 3 ഇയർ, അതൊരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ്. 3 ഇയർ കോഴ്സ് ആണുള്ളത്. 3 ഇയേഴ്സ് ആണ് അതിന്റെ ഇത്. 6 സെമ്മുകൾ ഉണ്ടാവും. ബിടെക് ആണെങ്കിൽ നമുക്ക് 4, ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് ആയിരിക്കും. 4 ഇയേഴ്സ് ആണ് ഇതിൽ നമുക്ക് ഉൾപ്പെടുന്നത്. പിന്നെ ഡിഫറൻസ് പറയുവാണെങ്കിൽ നമ്മൾ BScയിൽ ക്വാളിറ്റി അഷുറൻസ് ആണ് കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ ബിടെക് വരുവാണെങ്കിൽ നമുക്ക് കൂടുതലും വരുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള BScനേക്കാളും ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് കോഴ്സസ് ആയിരിക്കും അതിൻ്റെ അകത്ത് കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഈ കോഴ്സസിനെല്ലാം എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത് PCB അഥവാ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 12th 50% മേളിലുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതാണ്. ഇതിന്റെ സ്കോപ്പ് വരുന്നത് കൂടുതലും ഫുഡ് സെക്ടറിൽ ബന്ധപ്പെട്ട ഏരിയാസിലാണ് ഇതിന്റെ സ്കോപ്പ് വരുന്നത്. നമ്മൾ ഈ BSc അല്ലെങ്കിൽ ബിടെക് ഫുഡ് ടെക്നോളജി പഠിച്ച് ഇറങ്ങുവാണെങ്കിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും ഈ റെസ്റ്റോറന്റ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതൽ നമുക്ക് ലൈക്ക് ഫുഡ് ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ വരെയും അതൊക്കെ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി. നമുക്കിപ്പം അറിയാം, കേരളത്തിലായാലും പുറത്തായാലും എല്ലായിടത്തും ഇപ്പൊ ഇവരുടെ ഒരു ന്യൂസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കൂടുതൽ സ്കോപ്പ് വരുന്നത് ഇങ്ങനത്തെ സെക്ടറിൽ കൂടുതലാണ്. അപ്പോൾ ഇതിന്റെ ഡെസിഗ്നേഷൻ വരുവാണെങ്കിൽ നമ്മൾ പറയുന്നത് ബാക്ടീരിയോളജിസ്റ്റ്, ഫുഡ് ടെക്നോളജിസ്റ്റ്, ടോക്സിക്കോളജിസ്റ്റ്, ഡയറി ടെക്നോളജിസ്റ്റ്, ഫാം മാനേജർ, അഗ്രികൾച്ചറൽ ഇൻസ്പെക്ടർ. നമുക്ക് ഇതൊക്കെ പഠിക്കുവാണെങ്കിൽ ഈ ഡെസിഗ്നേഷനിലൊക്കെ നമുക്ക് ജോലി കിട്ടും. ഫുഡ് സയൻസ് അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജിയുടെ ടോപ്പ് റിക്രൂട്ടേഴ്സ് എന്ന് പറയുവാണെങ്കിൽ നെസ്ലി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, പിന്നെ പെപ്സിക്കോ ഇന്ത്യ, അഗ്രോടെക് ഫുഡ്, ഇതെല്ലാം നമുക്ക് ഈ കമ്പനീസ് എല്ലാം കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും. നമ്മുടെ സാലറി പാക്കേജ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ 4 to 7 lakh പെർ ഇയർ ആയിരിക്കും ആവറേജ്. നമുക്ക് ലൈക്ക് എക്സ്പീരിയൻസ്ഡ് അല്ലാണ്ട് ഫ്രഷർ ആയിട്ട് കയറുന്നവർക്കുള്ള സാലറി ആ പാക്കേജ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ നമുക്ക് വരുന്നത് 7 to 12 lakh പെർ ഇയർ ആണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ മേഖലയിലുള്ളവർക്ക് ജോലിയുടെ കിട്ടുന്നത്. ടോപ്പ് കോളേജസ് പറയുവാണെങ്കിൽ രാമയ്യ, യനപ്പോയ, സെന്റ് ജോസഫ്, സെന്റ് അലോഷ്യസ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ടോപ്പ് കോളേജസ് ആണ്. ഇതിലെ മെയിൻ സബ്ജക്ട്സ് എന്ന് പറയുവാണെങ്കിൽ ഫുഡ് മൈക്രോബയോളജി, ഫുഡ് കെമിസ്ട്രി, ഫുഡ് ടെക്നോളജി, പിന്നെ ടെക്നോളജി, ന്യൂട്രീഷൻ, ഫുഡ് എഞ്ചിനീയറിംഗ്, ഫുഡ് പ്രിസർവേഷൻ, ഇതെല്ലാം ഇതിലെ സബ്ജക്ട്സ് ആണ്. നിങ്ങളിപ്പോ BSc ഫുഡ് സയൻസ് അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജി എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങളുടെ കോൺടാക്ട് നമ്പറും Instagram ID യും എല്ലാം താഴെ മെൻഷൻ ചെയ്തു.